ഹായ് ഗൈസ്, എൻ്റെ ഒരു ലഞ്ച് സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അച്ചാറിട്ടിട്ടുണ്ട്, പക്ഷേ ഇത് രണ്ടാമത്തെ വട്ടം എനിക്ക് വലിയ ഷുവറല്ല. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു, പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കടുക് പൊട്ടിച്ചു, അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ വറ്റൽമുളക്. എനിക്ക് ആക്ച്വലി ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. എന്നെക്കാളും നന്നായിട്ട് അച്ചാറിടാൻ അറിയാവുന്ന എത്ര പേരായിരിക്കും ഉള്ളത്. ഞാനിങ്ങനെ എൻ്റെ രീതിയിലായിട്ട് ഇങ്ങനെ ഇട്ട് വന്നതാണ്. പിന്നെ കായപ്പൊടി അങ്ങനെയൊക്കെ. എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി ഇട്ടില്ല. അതിന് പോലെ ഉലുവ ഇങ്ങനെ ഇട്ട് കുറച്ച്. പിന്നെ ഞാൻ നമ്മുടെ വിനാഗിരി നോക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ഭാഗ്യത്തിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഒഴിച്ചു. പിന്നെ ഇച്ചിരി വെള്ളം കുറവായിരുന്നു, പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. ഇവിടെ കണ്ടോ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കുഞ്ഞും വന്നു. പിന്നെ ഞാനിങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ കുഴപ്പമില്ല. കുഞ്ഞു അവിടെ നിന്നിങ്ങനെ കുറച്ച് നേരം കളിച്ചു. ഇടയ്ക്ക് നമ്മൾ എടുക്കണം, കരച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ട സവാളയുടെ മാജിക്കാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അത് ഞാൻ പിന്നെ മാങ്ങയൊക്കെ ഇങ്ങനെ അച്ചാറിലോട്ട് ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചതയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചു. എൻ്റെ പാത്രം ആക്ച്വലി ഈ പാത്രം നല്ല പാത്രമല്ല, പക്ഷേ ഇത് എനിക്ക് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ സ്പൈസൊക്കെ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ സവാള, കറിവേപ്പില, ആസ് യൂഷ്വൽ ചിക്കൻ കറി വെക്കുന്ന അതേ സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ സവാള വഴഞ്ഞു വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ടു. കുഞ്ഞു അവിടെ സ്നാക്കിന് വേണ്ടി കരഞ്ഞു. പിന്നെ ഞാൻ അത് കൊടുത്തു. പിന്നെ ഞാൻ ചിക്കനൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ചോറ്, സാമ്പാർ. ഇത് പോക്ക് ചോയ് എന്നൊന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. ഞാൻ ചിക്കൻ എടുക്കുന്നുണ്ട്, നിങ്ങൾ ആരും കണ്ണു വയ്ക്കണ്ട. ഞാൻ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ, പക്ഷേ കുറച്ചധികം പ്രോട്ടീൻ കഴിക്കും, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ചിക്കൻ ബോൺ പീസാണ് ഇഷ്ടം. ബോൺലെസ് കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ്. പിന്നെ വെജിറ്റബിൾസും കുറേ കഴിക്കണമെന്നാണ്, പക്ഷേ വെജിറ്റബിൾസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കത്തുള്ളൂ. അത് നല്ലതല്ല. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മാംഗോ പിക്കിൾ, അതായത് നമ്മുടെ മാങ്ങ അച്ചാർ. എനിക്ക് ഫേവറേറ്റ് ആണ് ഈ മാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ ഊണിൻ്റെ വിശേഷം. ബായ്.